കാമലിയ സിനസിസ് എന്ന ചെടിയുടെ ഇലകളും ബഡുകളൊക്കെ വെച്ചിട്ടാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത്. ഇതേ ചെടിയുടെ തന്നെ വിതറിങ് ആൻഡ് ഓക്സിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന ഇലകളും ബഡ്സും ബ്ലാക്ക് ടീക്കായിട്ട് യൂസ് ചെയ്യും, നമ്മുടെ സാധാരണ കട്ടൻ ചായ. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഉണക്കിയേക്കുന്ന റോ ടീ ലീവ്സാണ്, പ്രോസസ്സ് ചെയ്തേക്കുന്നതേ അല്ല. ഇത് കഴുകിയത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഗ്രീൻ ടീ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിൻ്റെ ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ 2737 BC-യിൽ ചൈനയിലെ ഷെന്നോങ് എംപററിന് വേണ്ടി ഒരു ചായമരത്തിൻ്റെ ചുവട്ടിൽ വെള്ളം തിളപ്പിച്ചപ്പോൾ ചായമരത്തിൽ നിന്ന് ഒരു ഇല വെള്ളത്തിൽ വീണു. ആ വെള്ളം കുടിച്ച ഷെന്നോങ്ങിന് ഒരു നല്ല ഉണർവ് തോന്നി. അങ്ങനെയാണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ മോസ്റ്റ് കൺസ്യൂംഡ് ബെവറേജായ ചായയുടെ ജനനം. ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതായത് അതിൽ കാറ്റച്ചിൻസ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പൊട്ടൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ സെൽസിനെ ഡാമേജ് ആവുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുവഴി നമ്മൾക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മളുടെ ബോഡിക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇങ്ങനെയുള്ള ബ്രെയിനിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടൻ്റാണ് ഈ പറയുന്ന ഗ്രീൻ ടീയിലുള്ള കഫീൻ ആൻഡ് തിയാനിൻ എന്ന് പറയുന്ന 2 കണ്ടൻസ്. നമ്മളുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങും കോഗ്നിഷൻ, മൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രീൻ ടീ കുടിച്ച് കഴിയുമ്പോൾ അത് ടെമ്പററിലി നമ്മളുടെ മെറ്റബോളിക് റേറ്റിനെ ഇൻക്രീസ് ചെയ്യും. അതുവഴി ഫാറ്റ് ബേണിങ് എൻഹാൻസ് ചെയ്യും. പക്ഷേ അതോടൊപ്പം നമ്മൾ എക്സസൈസും ചെയ്യണം. ഗ്രീൻ ടീ മാത്രം കുടിച്ചതുകൊണ്ട് ഫാറ്റ് ബേണിങ് നടക്കില്ല. എക്സസൈസും കൂടെ കൂടി ഉണ്ടെങ്കിലാണ് ഫാറ്റ് ബേണിങ് നടക്കുള്ളൂ. ദെൻ ക്യാൻസർ പ്രിവെൻഷൻ, അതായത് ഗ്രീൻ ടീയിൽ കുടിച്ച് കഴിയുമ്പോൾ റിസ്ക് ഓഫ് ക്യാൻസർ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലങ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇങ്ങനെയുള്ള ക്യാൻസറുകളൊക്കെ അതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്രീൻ ടീ കൺസംഷൻ വഴി സഹായിക്കുമെന്നാണ് സം സ്റ്റഡീസ് പറയുന്നത്. ദെൻ ബ്രെയിൻ ഹെൽത്ത്, ഗ്രീൻ ടീ കുടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പ്രായം വഴിയുണ്ടാകുന്ന അൾഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ്, അങ്ങനെയുള്ള ഡിസീസ് പേഷ്യൻസിൽ ഈ പറയുന്ന അൾഷിമേഴ്സിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്കിൻ ഹെൽത്ത്, ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസുകൾ കുറയ്ക്കും. ദെൻ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട് ഈ ഗ്രീൻ ടീയിൽ. അതേപോലെ തന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെറ്റിൽ നിന്നും കിട്ടിയ കുറേ പോയിൻറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ എൻജോയ് യുവർ കപ്പ് ഓഫ് ഗ്രീൻ ടീ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻ ടീയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു ഓയിൽ ലെയർ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ അത് കണ്ടത് ടീ സ്കം ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല. അതൊരു നാച്ചുറൽ ഇൻസുലേഷൻ പോലെ നിൽക്കും. പതുക്കെ ചൂടൊക്കെ ആറുള്ളൂ. പിന്നെ ഒരു ഫ്ലേവർ കോൺസെൻട്രേഷൻ കിട്ടുമെന്നാണ് ചില എന്തൂസിയാസ്റ്റ് പറയുന്നത്. പിന്നെ ഒരു വിഷ്വൽ അപ്പീൽ, കാണുമ്പോൾ ഒരു സെർട്ടൻ ഭംഗിയുണ്ട് ആ ഒരു ഓയിൽ ലെയർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജോ അതുകൊണ്ട് ഇല്ല എന്നാണ് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഗ്രീൻ ടീയും അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ചൈനീസ് ഓറഞ്ച് നാച്ചുറൽ ഗ്രീൻ ടീയിലേക്ക് ഒഴിച്ച് അതും തമ്മിലുള്ള 2 ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നോർമൽ ഗ്രീൻ ടീ ഇപ്പോൾ എന്താ പറയുക, നോർമൽ കുറച്ചൊരു ചൂടുവെള്ളം കുടിക്കണേ അതേ എഫക്റ്റാണ്. വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഇല്ല. സ്ലൈറ്റായിട്ട് നമുക്ക് നോർമൽ വാട്ടറിനൊക്കെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു ആഡ് ഓൺസും ഇല്ല. ഒറിജിനൽ ഗ്രീൻ ടീ ആണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കാരണം. ഇനി നമുക്ക് ചൈനീസ് ഓറഞ്ച് പിഴിഞ്ഞ് നോക്കാം. അപ്പോൾ ചൈനീസ് ഓറഞ്ച് പിഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്.
ഒട്ടും പ്രിഫറബിൾ അല്ല ഷുഗർ ആഡ് ചെയ്യണേ. കാരണം ഗ്രീൻ ടീ എപ്പോഴും നാച്ചുറലായിട്ട് കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മൾ ചൈനീസ് ഓറഞ്ചും ഷുഗറും ഇട്ട കാരണം ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം എല്ലാവരും കുടിക്കുന്ന ഒരു ടൈപ്പാണ്. അതേസമയം നോർമൽ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. നോർമൽ ഒരു വാട്ടർ കണ്ടൻറ്റ് ഇച്ചിരി ചൂടാക്കിയിട്ട് ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉള്ളൊരു വാട്ടർ കുടിക്കുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത്യാവശ്യം ഹെൽത്തിയാണ്. ഡെയിലി ഓരോ ഗ്ലാസ് കുടിക്കാവുന്നതാണ്.